നമ്മളുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമുക്ക് ഒരു ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, അതായത് LCR സീരീസ് സർക്യൂട്ടിനെ ഒരു ആൾട്ടർനേറ്റിംഗ് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ V equal to V0 sin omega t എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കൊടുത്താൽ കറണ്ട് I is equal to I0 sin omega t ചിലപ്പോൾ +5 ആവും അല്ലെ ചിലപ്പോൾ -5 ആവും. അതുകൊണ്ട് +or -5 എന്ന് എഴുതട്ടെ അല്ലേ? അങ്ങനെയല്ലേ ഇരുന്ന് കിട്ടിയ ഓർമ്മ ഉണ്ടോ? ഇംപീഡൻസിന് നമ്മൾ Z is equal to √of XL minus XC the whole square plus R square എന്നുള്ള എക്സ്പ്രഷൻ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ if XL is equal to XC then Z will become R, that is impedance will become minimum. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലേ? XL equal to XC ആവുന്ന സമയത്ത് L omega equal to 1/C omega, അതിൽ നിന്ന് omega is equal to 1/√LC എന്നും nu is equal to 1/2π√LC എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? ഇതിനെ റെസണൻസ് ആംഗുലാർ വെലോസിറ്റി, അതേപോലെ ആ ഫ്രീക്വൻസിനെ റെസണൻസ് ഫ്രീക്വൻസി എന്നും നമ്മൾ പഠിച്ചു. The frequency in which the impedance of LCR circuit is becoming minimum, അതിന്റെ resonance frequency. The angular velocity in which the impedance of LCR circuit is becoming minimum. Impedance minimum എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കറണ്ട് എന്താവും? മാക്സിമം ആവും അല്ലേ? അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്നാല് നമ്മളുടെ റെസണൻസ് കർവ്. റെസണൻസ് കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രാഫ്. റെസണൻസ് കർവ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫ്. ആരൊക്കെ തമ്മിൽ വരയ്ക്കുന്ന ഗ്രാഫ്? നമ്മളുടെ LCR സർക്യൂട്ടിന്റെ ആംഗുലാർ വെലോസിറ്റിനെ എക്സ് ആക്സിസിൽ എടുത്തു. ആംഗുലാർ വെലോസിറ്റി ഒമേഗ എക്സ് ആക്സിസിലും, അതേപോലെ തന്നെ കറണ്ട് I Y ആക്സിസിലും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. അതിനെയാണ് നമ്മൾ റെസണൻസ് കർവ് എന്ന് വിളിക്കുക. അതായത് LCR സർക്യൂട്ടിൽ ആംഗുലാർ വെലോസിറ്റി മാറ്റിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിനെ നമ്മളുടെ ഒരു ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിനെയാണ് നമ്മൾ റെസണൻസ് കർവ് എന്ന് വിളിക്കുക. ഇറ്റ് ഇസ് എ ഗ്രാഫ് ഡ്രോൺ വിത്ത് angular velocity and current for an LCR circuit, and the graph that we are going to obtain for resonance curve is like this. നമ്മൾ ആ ഒരു LCR സർക്യൂട്ടിൽ നമ്മളുടെ ആംഗുലാർ വെലോസിറ്റി മാറ്റിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്നാല് ഇനീഷ്യൽ ആയിട്ട് ആംഗുലാർ വെലോസിറ്റി കൂട്ടുമ്പം കറണ്ട് കൂടും. എവിടെ വരെ? ഈ ഒരു പോയിന്റ് വരെ. To this point, if you are increasing the angular velocity, the current is also increasing. ഈ വാല്യൂ ഓഫ് കറണ്ട്, അതായത് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് LCR സർക്യൂട്ടിലെ മാക്സിമം കറണ്ട് ആയിരിക്കും. LCR സർക്യൂട്ടിൽ കിട്ടാൻ പറ്റുന്ന മാക്സിമം കറണ്ടിന്റെ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് I0 എന്ന് പറഞ്ഞൂടെ. അപ്പം ഇതായിരിക്കും ആ LCR സർക്യൂട്ടിൽ കിട്ടാൻ പോകുന്ന മാക്സിമം കറണ്ട്. കറണ്ട് മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ഇംപീഡൻസ് മിനിമം ആവുമ്പോഴാണ്. ഇംപീഡൻസ് മിനിമം ആവണമെങ്കിൽ ഏത് ഫ്രീക്വൻസി ആവുമ്പോഴാണ് ഇംപീഡൻസ് മിനിമം ആവുക? Therefore, the angular velocity corresponding to the maximum current will be ഏത്? Resonance angular velocity അല്ലേ? ആംഗുലാർ വെലോസിറ്റി റെസണൻസ് ആംഗുലാർ വെലോസിറ്റി ആവുമ്പോഴാണ് ഇംപീഡൻസ് മിനിമം ആവുക. ഇംപീഡൻസ് മിനിമം ആവുമ്പോഴാണ് കറണ്ട് മാക്സിമം ആവുക. അപ്പം maximum value of current in a corresponding ആയിട്ടുള്ള angular velocity, it will be resonance angular velocity. Is that clear?
ഇനി കറണ്ടിന് ഒരു LCR സർക്യൂട്ട് ആയിക്കോട്ടെ, അല്ലെ ഒരു ആൾട്ടർനേറ്റിംഗ് സർക്യൂട്ടില് നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അത് IRMS ആണ്. This is one way of representing current and voltage in an LCR circuit or alternating circuits and all. IRMS എന്ന് പറയുന്നതിനെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറണ്ട് എന്ന് വിളിക്കും. ഇതിനെ പറ്റി നമുക്ക് വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പക്ഷെ അത് മനസ്സിലാക്കി വെക്കാം, നമ്മളുടെ AC കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് IRMS. അത് കിട്ടുക I0 ഡിവൈഡഡ് ബൈ √2 ചെയ്താലാണ്. IRMS എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്. ഇറ്റ് ഇസ് വൺ വേ ഓഫ് representing AC current and it is obtained by I0 by √2. It is obtained by I0 by √2. അങ്ങനെയാണെങ്കിൽ IRMS എന്ന് പറയുന്നത് I0 by √2 ആണ്. And one more thing that we have to understand is IRMS I0 by √2 ആയതുകൊണ്ട് IRMS എന്തായാലും I0നേക്കാൾ ചെറുതായിരിക്കും. IRMS I0നേക്കാൾ ചെറുതായിരിക്കും. അപ്പം I0 എന്ന് പറയുന്നതിന്റെ വാല്യൂ ഇവിടെയാണെങ്കിൽ the IRMS value will be below I0. Therefore, let me mark IRMS over here. അപ്പൊ ഇവിടെ IRMS ഇവിടെ എവിടെയെങ്കിലും ഗ്രാഫിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ IRMSനെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ആ റെസണൻസ് കർവിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ the IRMS values intersecting at two different points. നമ്മളുടെ റെസണൻസ് കർവിൽ ഇവിടെയും IRMSന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പോയിന്റ് നമുക്ക് റെസണൻസ് കർവിൽ മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് let me draw a line, and from this point also I could draw a line like this. These two points are intersecting at two different points in this angular velocity graph. ആ രണ്ട് പോയിന്റ്സിനെയും നമ്മൾ ഒരു പേരിൽ വിളിക്കും. This point's angular velocity it is called as omega1, and this point's angular velocity it is called as omega2. omega1 ഉം omega2. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗുലാർ വെലോസിറ്റി റേഞ്ച് omega2 omega1 ഇടയിലുള്ള ഈ ആംഗുലാർ വെലോസിറ്റി റേഞ്ചിനെ we will call it as bandwidth എന്ന് വിളിക്കും. എന്താണ് ബാൻഡ്വിഡ്ത്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണേ പറയാം, ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് omega2 ഇത്ര ആംഗുലാർ വെലോസിറ്റിയിൽ നിന്ന് omega1 സബ്ട്രാക്ട് ചെയ്താൽ കിട്ടും. Can I say like this? ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ omega2 വാല്യൂവിൽ നിന്ന് omega1 കുറയ്ക്കുകയാണ് ബാൻഡ്വിഡ്ത്ത് കിട്ടും. അങ്ങനെ കിട്ടും. അപ്പൊ ചോദിക്കാനല്ല എന്താണ് ആക്ച്വൽ ആയിട്ട് ബാൻഡ്വിഡ്ത്ത്? അപ്പൊ നമ്മൾ ആലോചിക്കാം, LCR സർക്യൂട്ട് എവിടെയായിരുന്നു യൂസ് ചെയ്യുന്നത്? LCR സർക്യൂട്ടിന് നമ്മൾ ട്യൂണിംഗ് സർക്യൂട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ട്യൂണിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ഒരു സിഗ്നലിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, വയർലെസ് ട്രാൻസ്മിഷനിലൊക്കെ സിഗ്നലിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LCR സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ആംഗുലാർ വെലോസിറ്റിക്ക് ഇടയിലുള്ള സിഗ്നലിനെയാണ് ആ LCR സർക്യൂട്ടിന് റിസീവ് ചെയ്യാൻ പറ്റുക, ആ ഒരു ആംഗുലാർ വെലോസിറ്റി റേഞ്ചിനെയാണ് ബാൻഡ്വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ bandwidth is the angular velocity range in which a signal can be received by an LCR circuit. ഒരു LCR സർക്യൂട്ടിന് സിഗ്നലിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആംഗുലാർ വെലോസിറ്റി റേഞ്ചിനെയാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് ദ angular velocity range in which a signal can be received by LCR circuit. Okay. അങ്ങനെയാണെങ്കിൽ ഈ ഒരു LCR സർക്യൂട്ടിൽ omega2 omega1 ഇടയിലുള്ള ആംഗുലാർ വെലോസിറ്റി റേഞ്ചിലൊക്കെ സിഗ്നലിനെ ആ LCR സർക്യൂട്ട് പെർമിറ്റ് ചെയ്യും. പക്ഷേ ആ ആംഗുലാർ വെലോസിറ്റി റേഞ്ചിൽ omega6 വാല്യൂവിലാണ് കറണ്ട് മാക്സിമം ഉണ്ടാവുക. omega6 വാല്യൂ കറണ്ട് മാക്സിമം ഉണ്ടാവുക. അതായത് ആ സമയത്താണ് മാക്സിമം ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവുക. വെറുതെ നമ്മൾ ഈ സിറ്റുവേഷനെ നമ്മളുടെ ഒരു മാനുവൽ ആയിട്ട് ട്യൂൺ ചെയ്യുന്ന റേഡിയോ, പഴയ കാലത്തെ റേഡിയോയിലൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ റേഡിയോയില് ഒരു നോബ് ഇങ്ങനെ പിടിച്ചു തിരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ചാനൽ ട്യൂൺ ചെയ്യുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടുണ്ടോ? അങ്ങനെയാണ് ആ നോബ് ഇങ്ങനെ പിടിച്ചു തിരിക്കുന്നതനുസരിച്ച് ആദ്യമൊക്കെ ഒരു ഡിസ്റ്റർബ്ഡ് സിഗ്നൽ ഒക്കെ വരും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചെറുങ്ങനെ നമുക്ക് പാട്ട് കേൾക്കാനും പറ്റും, ഡിസ്റ്റർബൻസോട് കൂടി പാട്ടിനെ കേൾക്കാൻ പറ്റും. അത് എപ്പോഴാണ് പറഞ്ഞാല് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് സിഗ്നൽ പെർമിറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ omega1 കുറച്ച് കൂടുതലാവുമ്പോൾ സിഗ്നലിനെ പെർമിറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ സിഗ്നലിൽ മാക്സിമം സ്ട്രെങ്ത് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതിനെ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാക്സിമം ക്ലാരിറ്റിയിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും, സിഗ്നൽ കിട്ടും.
അത് നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഒമേഗ ആർ ആക്കുമ്പോഴാണ്. പക്ഷെ അവിടുന്ന് പിന്നെയും ഇവിടെ ഫെർദർ ആയിട്ട് ട്യൂൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബൻസോട് കൂടി പാട്ട് കേൾക്കും. പക്ഷെ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, പാട്ട് കേൾക്കൂല. ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം ഈ ഒരു ആംഗുലാർ വെലോസിറ്റി റേഞ്ച് ഇൻ വിച്ച് എ സിഗ്നൽ ക്യാൻ ബി റിസീവ്ഡ് ബൈ എൻ LCR സർക്യൂട്ട്, അതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുക, ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ഇനി ഇതിനെ വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു വാല്യൂവിനെ ഡെൽറ്റ ഒമേഗ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ω2 - ω1 2 ഡെൽറ്റ ഒമേഗ എന്നും എഴുതാം. അതേമാതിരി തന്നെ ബാൻഡ് വിഡ്ത്തിന് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്, R/L എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പം you will have to remember 3 expressions for bandwidth. One is ω2 - ω1 and another one is 2 delta omega, where delta omega എന്ന് പറയുന്നത് എത്ര ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേമാതിരി തന്നെ R/L. അപ്പൊ ബാൻഡ്വിഡ്ത്തിനുള്ള 3 എക്സ്പ്രഷൻസ് എന്താ, ω2 - ω1, 2 delta omega, R/L. ഓക്കെ, അപ്പൊ ഇതാണ് റെസണൻസ് കർവ്. റെസണൻസ് കർവിൽ ഈ ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യണം. അതേമാതിരി ബാൻഡ്വിഡ്ത്ത് എന്താണെന്നുള്ള റെസണൻസ് കർവ് മാർക്ക് ചെയ്തു അല്ലേ. ഇനി ഒരു LCR സർക്യൂട്ട് നല്ല സർക്യൂട്ട് ആണോ ചീത്ത സർക്യൂട്ട് ആണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് വേറെ ഒരു ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ്. അതിനെ നമ്മൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് വിളിക്കും. Now we are going to discuss about quality factor. What is quality factor? Quality factorനെ ഷോർട്ട് ഫോമിൽ Q factor എന്നും വിളിക്കാറുണ്ട്. ക്വാളിറ്റി ഫാക്ടറിനെ ഷോർട്ട് ഫോമിൽ Q factor എന്നും വിളിക്കാറുണ്ട്. ക്വാളിറ്റി ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസണൻസ് ആംഗുലാർ വെലോസിറ്റിയും ബാൻഡ് വിഡ്ത്തും തമ്മിലുള്ള റേഷ്യോനെയാണ് ക്വാളിറ്റി ഫാക്ടർ. What is quality factor? It is the ratio between the resonance angular velocity and bandwidth. Resonance angular velocity യും bandwidthും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വാളിറ്റി ഫാക്ടറിന് Q ഫാക്ടർ can be also written as resonance angular velocity നെ ω/r എന്ന് എഴുതാം. ബാൻഡ്വിഡ്ത്തിന് ഞാൻ പറഞ്ഞു R/L എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉണ്ടെന്നാണ് അല്ലേ. As I have mentioned, is having R/L expression. അതുകൊണ്ട് R divided by L നെ റെസിപ്രോക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലേ. Therefore, this is another expression for quality factor, ω/L divided by R, where ω/r ആരാ, resonance angular velocity, L ആരാ, inductance, R ആരാ, resistance അല്ലേ. And as we know the resonance angular velocity is having an expression of 1/√LC. resonance angular velocity 1/√LC എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ω/r ന് പകരം 1/√LC എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി പിന്നെ ആരുണ്ട്, ഒരു L/r ഉണ്ട് അല്ലേ. We could substitute instead of this ω/r 1/√LC, then we could write like this. ഇതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലും ഇവിടെ ഉള്ള ഒരു റൂട്ട് ഓഫ് എല്ലും വെട്ടിയിട്ടുണ്ട്, എന്ത് ചെയ്യും, ന്യൂമറേറ്ററിൽ ഒരു റൂട്ട് എൽ ആക്കാം. L divided by √L എന്ന് പറയുന്നതിനെ ന്യൂമറേറ്ററിൽ ഒരു √L ആക്കിക്കൂടെ. അപ്പൊ √L ഉണ്ട് ഇവിടെ, പിന്നെ ബാക്കി ഒരു √C ബാക്കി ഉണ്ടാവും, പിന്നെ /r ഉണ്ടാവും അല്ലെ. കേട്ടുണ്ടോ? ഇത് റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ 1/r into √L/C ഇങ്ങനെ ഒരു എക്സ്പ്രഷനും ആക്കാം. Therefore, this is also an important expression for quality factor. Quality factor നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. Therefore, what is quality factor? It is the ratio between resonance angular velocity and bandwidth. What are the expressions for quality factor? The quality factor, it is having an expression of ω/L divided by R. It is also having an expression 1/r into √L/C, where L is inductance and C is capacitance, R is the resistance. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാൻഡ് വിഡ്ത്ത് എന്താന്നുള്ളത് അറിയാം, അതേപോലെ തന്നെ ക്വാളിറ്റി ഫാക്ടർ എന്താന്നുള്ളതും അറിയില്ലേ. ഇനി നിനക്ക് നമ്മളുടെ LCR സർക്യൂട്ടിലെ phasor diagram, if we are just recalling the phasor diagram of LCR circuit, this was the current, and in the direction of current we were having VR. ഇങ്ങോട്ടേക്ക് ആരുണ്ടായിരുന്നു, VL.
ഇങ്ങോട്ടേക്ക് VC. And in this situation we are discussing VL is greater than VC. If VL is greater than VC, ഈ സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ this was our VL minus VC. VL minus VC ഇങ്ങോട്ടുണ്ട് അല്ലേ? VL minus VC ഉണ്ടായിരുന്നു. എന്നിട്ട് ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാവുമായിരുന്നു. This was the total voltage and current, it was making an angle of phi അല്ലേ? ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഈ സിറ്റുവേഷനിൽ കറണ്ട് is lagging ആണ്. I is equal I0 sin omega t minus phi ആയിരുന്നു ഈ സിറ്റുവേഷനിൽ വരിക. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാൻ വെറുതെ ഇത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് if I am just drawing the current and voltage alone, നമ്മൾ കറണ്ട് വോൾട്ടേജിനെ മാത്രം ഒന്ന് വരയ്ക്കുകയാണ് വെച്ചു. കറണ്ട് വോൾട്ടേജിനെ മാത്രം വരയ്ക്കുകയാണെങ്കിൽ ദ ആക്സിസ് വരച്ചു. ആൻഡ് this was the current and this was the voltage. വോൾട്ടേജും കറണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ അല്ലേ? ഇവിടെ കറണ്ട് ലാഗ് ബൈ an angle of 5 degree. അപ്പം if VL is greater than VC, VL is greater than VC എന്ന് പറയുന്നത് XL greater than XC സിറ്റുവേഷൻ അല്ലേ? ഇംപീഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? Have I spoken about impedance triangle? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, if we have to speak about impedance triangle, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംപീഡൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ആളെ പറ്റിയിട്ടാണ്. ഇംപീഡൻസ് ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇംപീഡൻസ് ട്രയാങ്കിളിനെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഫേസർ ഡയഗ്രത്തിൽ can you see a triangle over here? Can we just imagine a triangle over here? ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് V ആയിരിക്കും. ഒരു സൈഡ് ആറ്, ഈ സൈഡില്ലേ, ഈ സൈഡിനെ എന്ത് പറയാം നമുക്ക്? ഈ VL minus VC ആണ്, ഇതും VL minus VC തന്നെ ആയിരിക്കും. ഇമാജിൻ ചെയ്യാൻ പറ്റുണ്ടോ? We are just imagining a triangle over here. ഇത് VR, ഇത് V, ഇത് VL minus VC. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രയാങ്കിളിനെ ഞാൻ ഇവിടേക്ക് എടുത്ത് വരയ്ക്കുകയാണ്. I am just reconstructing that triangle over to here. Phi എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തു. ഫൈക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് VL minus VC അല്ലെ? ഫൈക്ക് ഓപ്പോസിറ്റ് ആയിട്ട് VL minus VC. ലോങ്സ്റ്റ് സൈഡ് അല്ലെ ഹൈപ്പോട്ന്യൂസ് V. ഫൈക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള സൈഡ് VR. Can you see a triangle over here? ഇതിനങ്ങോട്ട് വരച്ചു. ഇതില് നമ്മള് ഈ LCR സർക്യൂട്ടിന്റെ ഡെറിവേഷന്റെ സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും, VL എന്ന് പറയുന്നതിനെ I into XL എന്ന് എഴുതാം, VC എന്ന് പറയുന്നതിനെ I into XC എന്ന് എഴുതാം, അതേമാതിരി തന്നെ VR എന്ന് പറയുന്നതിനെ I into R എന്നൊക്കെ എഴുതാം. നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ ടോട്ടൽ വോൾട്ടേജിനെ നമുക്ക് വേണേ I into Z എന്ന് എഴുതാം. ഇതിലുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് I into Z. ഈ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാ? Z അല്ലേ? ടോട്ടൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംപീഡൻസ് എന്ന് പറയുന്നത് Z അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നാല് ആ V എന്ന് പറയുന്ന ആൾക്ക് പകരം, അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഇക്വിവാലന്റ് ആയിട്ടുള്ള വേറൊരു ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അത് ആരാ വെച്ചിട്ടുണ്ടെങ്കിൽ വിക്ക് പകരം നമുക്ക് വിനെ I into Z എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആ I മാറ്റിയിട്ട് Z എന്ന് എഴുതി. വിക്ക് പകരം I into Z എന്ന് എഴുതുന്നതിൽ I ഒഴിവാക്കിയിട്ട് Z എന്ന് എഴുതി. അതേപോലെ VL minus VC യിൽ VL എന്താ? I into XL ആണ്. VC ആരാ? I into XC ആണ്. VL is I into XL and VC is I into XC. Therefore VL minus VC നെ I into XL minus XC എന്ന് എഴുതിക്കൂടെ? Therefore ആ I നെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് XL minus XC എന്ന് എഴുതാം. അതിനെ ഒഴിവാക്കിയിട്ടുണ്ട്, ബാക്കി നമുക്ക് XL minus XC എന്ന് എഴുതാം അല്ലെ? ഒഴിവാക്കി. അതേപോലെ VR എന്ന് പറയുന്ന I into R ആണ്. അപ്പൊ അവിടെ I നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ R എന്ന് എഴുതാം. Therefore now we are getting a triangle like this. This triangle is called as impedance triangle. ഈ ഒരു ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? Impedance triangle എന്ന് വിളിക്കാം. What is impedance triangle? It is a triangle drawn for LCR circuit with R,
Z and XL minus XC. ഈ impedance triangle ന് can you say what's the value of tan phi? Tan phi XL minus XC by R. Yes, it is XL minus XC divided by R. This is one important equation. അപ്പോൾ നമുക്ക് tan phi എന്ന് പറയുന്ന impedance triangle എന്ന് കണ്ടുപിടിക്കാൻ പറ്റും XL minus XC by R. Therefore, now you know what is impedance triangle also. This triangle is called as impedance triangle. Why it's called as impedance triangle? കാരണം റെസിസ്റ്റൻസും ഇംപീഡൻസും ഇൻഡക്റ്റീവ് കപ്പാസിറ്റി റിയാക്ടൻസ് ഒക്കെ വെച്ചിട്ട് വരയ്ക്കുന്ന ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇംപീഡൻസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇംപീഡൻസ് ട്രയാങ്കിൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം റെസൊണൻസ് കർവ് എന്താ, ഇംപീഡൻസ് ട്രയാങ്കിൾ എന്താ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. വി ആർ ഗോയിങ് ടു പെർഫോം ആൻ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ഇൻ ദ LCR circuit. അതിനെ ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് LCR circuit എന്നാണ് വിളിക്കുക. ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് LCR circuit. Average power in one complete cycle of LCR circuit. നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ average power in one complete cycle of LCR circuit പറയുന്നതിന്റെ മുന്നേ നമുക്ക് കുറച്ച് ഇന്റഗ്രേഷനിലുള്ള കുറച്ച് ഐഡന്റിറ്റീസിനെ ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞു ഫലിപ്പിക്കാം. നിങ്ങൾക്ക് മാത്സിൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പറയുമ്പം ഉണ്ട്, അതിനെ എടുത്തു കഴിഞ്ഞോ? അങ്ങനെയാണ് ഇന്റഗ്രേഷനിലുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ ഞാൻ ഇവിടെ ഈ സിംപ്ലിഫിക്കേഷനിൽ നമ്മൾ ഈ സാധനത്തിന് നേരെ അങ്ങോട്ട് യൂസ് ചെയ്യാം. അതായത് ഇന്റഗ്രൽ 0 to t sin square omega t dt. ഇങ്ങനെ ഒരു സാധനം എവിടെയെങ്കിലും കാണുകയാണ് വിചാരിച്ചോ. We could integrate this and we could use trigonometry to transform this integration. ഇനി സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് t/2 എന്നുള്ള ഒരു എക്സ്പ്രഷനിലേക്ക് എത്തും. അപ്പൊ അത് നമ്മൾ ഇവിടെ അത് പെർഫോം ചെയ്യുന്നില്ല. കാരണം എന്താ പറഞ്ഞാല് നമ്മളിത് മാത്സ് അല്ലല്ലോ ഫിസിക്സ് അല്ല ചെയ്യുന്നത്. അപ്പം ഇന്റഗ്രേഷനിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ആയിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇന്റഗ്രൽ 0 to t sin square omega t dt നെ t/2 എന്നുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇന്റഗ്രൽ 0 to t sin omega t cos omega t dt അത് ചെയ്ത് നോക്കിയിട്ട് ഫൈനൽ ഈ ലിമിറ്റ് ഒക്കെ കൊടുത്ത് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ 0 ആയി. ഈ രണ്ട് ഐഡന്റിറ്റീസ് നമ്മൾ ഈ ഒരു ഡെറിവേഷന്റെ ഒരു പകുതിയിലെത്തും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതിനെ നമുക്ക് മാത്സിൽ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ഒക്കെ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും ചെയ്യും. നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നില്ല, നമ്മൾ ഈ ഐഡന്റിറ്റീസ് രണ്ട് സ്ഥലത്ത് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് അവിടെ കട്ടെ. ഇനി ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദിസ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് LCR സർക്യൂട്ട്. അപ്പം ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് LCR സർക്യൂട്ട് എന്ന് പറയുമ്പം LCR സർക്യൂട്ടിൽ പാസ് ചെയ്യുന്ന വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണെങ്കിൽ ഇതാണ്, ഇങ്ങനെയാണ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഉണ്ടാവും അല്ലെ. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടാവും അല്ലെ. AC ഇങ്ങനെയല്ല ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് സൈക്കിൾ പാസ് ചെയ്യുമ്പോഴേ ആവറേജ് പവർ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു കംപ്ലീറ്റ് സൈക്കിൾ പാസ് ചെയ്തെടുക്കുന്ന ടൈമിനെ നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കും അല്ലെ. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് വേവ് ടു പാസ് ത്രൂ അതിനെ ടൈം പീരീഡ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് വേവ് ടു പാസ് ത്രൂ അതിനെ ടൈം പീരീഡ് എന്ന് വിളിക്കാറുണ്ട്. അപ്പം 0 to capital T ടൈം വരെയുള്ള പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് AC ഇൻ LCR സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to capital T ടൈമിന്റെ ഇടയിലുള്ള പവർ കണ്ടുപിടിക്കുന്നുണ്ട്. 0 to capital T ടൈമിന്റെ ഇടയിലുള്ള പവർ. അപ്പം പവറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആസ് വി ഓൾ നോ പവർ ഇസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അപ്പൊ dW/dt എന്ന് എഴുതി കൂടെ പവറിനെ. വി കുഡ് റൈറ്റ് പവർ ആസ് dW/dt. അങ്ങനെയാണെങ്കിൽ പവറിന് VI എന്നുള്ള റിലേഷനും ഇല്ലേ, വോൾട്ടേജിന്റെ കറണ്ട് എന്നുള്ളതും പവറിന്റെ റിലേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് VI is equal to dW/dt എന്ന് എഴുതി കൂടെ. Therefore dW equal to ആണ് VI dt. Let me write it like this.
dw is equal to vi dt അങ്ങനെ എഴുതി കൂടെ. ഇതിൽ നിന്ന് നമ്മൾ ടോട്ടൽ വർക്കിനെ കണ്ടുപിടിക്കും. From this relation, if we are finding out total work, dw equal to vi dt ആണ്, w equal to ആണ് എന്ത് ചെയ്യണം, dw എന്ന് w നെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. We have to use integration അല്ലേ. അപ്പം ഇന്റഗ്രൽ ഓഫ് vi dt എന്ന് എഴുതാം. dw equal to vi dt ആണ്, w equal to ആണ് ഇന്റഗ്രൽ ഓഫ് vi dt. അപ്പൊ ചോദിക്കുകയാണ് എന്തിനാ സാർ ഇങ്ങനെ വളഞ്ഞ വഴി കൂടെയൊക്കെ w കണ്ടുപിടിക്കുന്നത്, നേരെ w നെ ഇവിടെ കണ്ടുപിടിച്ചോളൂ. പക്ഷേ ഇത് ഇങ്ങനെ തന്നെ dw എന്ന് w നെ കണ്ടുപിടിക്കണം എന്നുള്ള ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണെന്നാല് ഇവിടെ ഉള്ള വോൾട്ടേജും കറണ്ടും ഇല്ലേ, LCR സർക്യൂട്ടിലുള്ള വോൾട്ടേജും കറണ്ടും എന്താ, ഡയറക്റ്റ് വോൾട്ടേജും ഡയറക്റ്റ് കറണ്ട് ആണോ, അതോ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണോ? ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെറിയ വർക്കിന് വലിയ വർക്കിനെ കണ്ടുപിടിക്കേണ്ടി വരും. Therefore, we have to perform this integration method in order to find out total work. Therefore, we could write w is equal integral of vi dt. അപ്പോൾ ചോദിക്കുകയാണ് അല്ല ഈ ഇന്റഗ്രേഷൻ എവിടെ മുതൽ എവിടെ വരെയാ ചെയ്യേണ്ടത്? അപ്പൊ ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ആണ്. ഒരു കംപ്ലീറ്റ് സൈക്കിളിലുള്ള പവർ ആയതുകൊണ്ട് we have to perform this integration. ഇത് ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ചെയ്യേണ്ടത്. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം എവിടെ മുതൽ എവിടെ വരെയാ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ? 0 മുതൽ ക്യാപിറ്റൽ T വരെ. Therefore, I will have to substitute the limits from 0 to capital T. The time is changing from 0 to capital T. Therefore, from 0 to T ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഇവിടെ V ആരാ? V voltage. In an LCR circuit, we know voltage is V is equal to V0 sin omega t. LCR circuit voltage equal to V0 sin omega t ആണ്. Therefore, I could say V is equal to V0 sin omega t. അത് കൊടുക്കണം. LCR സർക്യൂട്ടിലാണ് I is equal to എന്താ? In an LCR circuit, I is equal to I0 sin omega t plus or minus 5 ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് LCR സർക്യൂട്ടിൽ ഐക്ക് പകരം I0 sin omega t plus or minus 5 എന്ന് എഴുതാം. അപ്പൊ ചോദിക്കുകയാണ് അല്ല +5 ആണോ -5 ആണോ? അതിപ്പോ XL greater than XC ആണോ XC greater than XL ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. If it is XL greater than XC, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നാല് -5 എന്ന് വരാം. അതല്ല X greater than XL ആണ് +5. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി we will have to substitute the value of voltage and current into this equation. അങ്ങനെയാണ് therefore W is equal to, നമ്മൾ ഈ വോൾട്ടേജും കറണ്ടിന്റെയും വില ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം, ഇന്റഗ്രൽ വിക്ക് പകരം എന്ത് കൊടുക്കാം, V0 sin omega t, ഐക്ക് പകരം എന്ത് കൊടുക്കാം, I0 sin omega t plus or minus 5 into dt, and you should not forget that limit. Limit ഏത് മുതൽ ഏത് വരെയാ? 0 to capital T. ഇനി ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ you could see V0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. I0 എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെയും ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. I0നെ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തൂടെ? ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയുന്ന ഒരാളെ കാണില്ലേ? ഇതിനെ നമുക്ക് സൈൻ എ പ്ലസ് ബി മോഡൽ എക്സ്പാൻഡ് ചെയ്യാം. അതായത് വി ഹാവ് ലേൺഡ് സൈൻ എ പ്ലസ് ബി ആണെങ്കിൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. വി ഹാവ് ലേൺഡ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. അപ്പൊ സൈൻ എ മൈനസ് ബി ആണെങ്കിലോ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അതും ഇവിടെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സൈൻ എ പ്ലസ് ഓർ മൈനസ് ബി ആണ് സൈൻ എ കോസ് ബി പ്ലസ് ഓർ മൈനസ് കോസ് എ സൈൻ ബി എന്ന് എഴുതി കൂടെ. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ പോകുന്ന ഇക്വേഷനിൽ ശ്രദ്ധിച്ചോ, V0 I0 ആദ്യം പുറത്തെടുത്തു. We are taking V0 and I0 out of the integration since they are constant, and we could write integral 0 to t. Then we could directly write that sin omega t. Sin omega t ഒരു മാറ്റമില്ല, അത് ഇവിടെ എഴുതി വെച്ചു. ഇനി sin omega t plus 5 എന്താക്കാം? Let me put a square bracket. Sin omega t plus or minus 5 നെ നമുക്ക് എന്ത് ചെയ്യാം? Sin omega t cos 5
plus or minus cos omega t sin phi എന്ന് എഴുതിയിട്ട് ഡി ടിയും കൂടി ചെയ്തു. വാട്ട് ഹാവ് ഐ ഡൺ ഓവർ ഹിയർ? ഇവിടെ ഞാൻ ഇത്രയേ ചെയ്തുള്ളൂ. എന്ത് ചെയ്തു? ഈ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈനെ ട്രിഗ്നോമെട്രിക്കൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു. സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈനെ എന്ത് ചെയ്യാം? സൈൻ ഒമേഗ ടി കോസ് ഫൈ പ്ലസ് ഓർ മൈനസ് കോസ് ഒമേഗ ടി സൈൻ ഫൈ എന്ന് എഴുതാം അല്ലെ? ഇതിനെങ്ങനെ ഇങ്ങോട്ടാക്കി? ഡൗട്ട് ഉണ്ടോ? വി കുഡ് എക്സ്പാൻഡ് ദിസ് ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിനെ എക്സ്പാൻഡ് ചെയ്യാം അല്ലെ? സൈൻ ഒമേഗ ടിനുള്ളിലേക്കും ഡി ടിന് ഉള്ളിലേക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ട് we will expand that bracket, and if you are expanding this bracket, let me write it over here. W is equal to V0 I0 integral 0 to capital T sin omega t നെയും dt നെയും ഫസ്റ്റത്തെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ sin omega t into sin omega t sin square omega t sin square omega t cos phi dt sin square omega t cos phi dt. ഫസ്റ്റത്തെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ അടുത്തതില് പ്ലസ് ഓർ മൈനസ് അതേമാതിരി തന്നെ വെച്ചു. സൈൻ ഒമേഗ ടീനെ ഈ ഒരാളായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ ഫൈ ഡി ടി അല്ലെ? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നത് നോക്കിക്കോ. V0 I0 ഈ മൊത്തം സാധനത്തിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? ഈ മൊത്തം സാധനത്തിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്തൂടെ? അപ്പം ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് വെച്ചു. എന്നിട്ട് ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യാന്നാല് ഇന്റഗ്രൽ 0 to t sin square omega t cos phi dt plus integral 0 to t sin omega t cos omega t sin phi dt ഇങ്ങനെ എഴുതിക്കൂടെ? ഞാനൊരു സ്റ്റെപ്പ് ലെങ്തി ആയിട്ട് തന്നെ എഴുതിയതാ. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ ഈ V0 I0 രണ്ടിനും ബാധകമായതുകൊണ്ട് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് പുറത്ത് വെച്ചു. Can I write? റെഡി അല്ലേ? ഇനി ഇതിൽ നമ്മൾ നോക്കുമ്പം വി ക്യാൻ ക്ലിയർലി സി ഫസ്റ്റ് ഇന്റഗ്രേഷനില് ഇവിടെ ഒരു കോസ് ഫൈ ഉണ്ട് അല്ലെ? ഫൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഫേസ് ഡിഫറൻസ് അല്ലേ ഫൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കോസ് ഫൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരിക്കും. ഫസ്റ്റ് ഇന്റഗ്രേഷനിൽ കോസ് ഫൈ എന്ന് പറയുന്ന ആള് കോൺസ്റ്റന്റ് ആണ്. സെക്കൻഡ് ഇന്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ഫൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ സൈൻ ഫൈ എന്തായിരിക്കും? കോൺസ്റ്റന്റ്. Therefore ഫസ്റ്റത്തെ ഇന്റഗ്രേഷന് കോസ് ഫൈനെ പുറത്തെടുക്കാം, സെക്കൻഡത്തെ ഇന്റഗ്രേഷന് സൈൻ ഫൈനെ പുറത്തെടുത്തൂടെ? Therefore ശ്രദ്ധിച്ചോ we could write W is equal to V0 I0 ഓദ്യമുള്ള സ്ക്വയർ ബ്രാക്കറ്റ് അതേമാതിരി തന്നെ ഫസ്റ്റത്തെ കോസ് ഫൈനെ പുറത്തെടുക്കും. കോസ് ഫൈ പുറത്തെടുത്തു. പിന്നെ ബാക്കി എന്താണ്? ഇന്റഗ്രൽ 0 to t sin omega t dt. I could write like this. പ്ലസ് ഇന്റഗ്രേഷന് സൈൻ ഫൈനെ പുറത്തെടുക്കാം, കാരണം സൈൻ ഫൈ കോൺസ്റ്റന്റ് ആണ്. സൈൻ ഫൈനെ പുറത്തെടുത്തു. ഇന്റഗ്രൽ 0 to t sin omega t cos omega t dt. Can I write like this? വരുന്നില്ല. ഫസ്റ്റ് കോസ് ഫൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇന്റഗ്രേഷൻ കോസ് ഫൈ പുറത്തെടുത്തു. സെക്കൻഡ് ഇന്റഗ്രേഷനിൽ സൈൻ ഫൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സൈൻ ഫൈനെ പുറത്തെടുത്തു. ക്ലിയർ? ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്. And now if you are looking, are you familiar with this term? Integral 0 to t. ഞാൻ ഇവിടെ ഒരു സാധനം വിട്ടുപോയി. എന്ത്? ഇവിടെ സ്ക്വയർ ഒമേഗ ടി ഉണ്ടെങ്കിൽ ഇവിടെയും സൈൻ സ്ക്വയർ ഒമേഗ ടി എഴുതണ്ടേ? ഇവിടെ അപ്പൊ സൈൻ സ്ക്വയർ ഒമേഗ ടി ഇല്ലേ? Isn't it? ഞാൻ ആ സ്ക്വയർ എഴുതാൻ വിട്ടുപോയി. അപ്പൊ ഇവിടെ എഴുതി. ഇതിനപ്പം നിങ്ങൾക്ക് സിമിലർ ആണ്. ഇത് ഈ കാര്യം ഇവിടെ പഠിച്ചത് ഇന്റഗ്രൽ 0 to t sin square omega t dt എന്ന് പറയുന്ന ആരാ? As I have mentioned, it is t by 2. അതേപോലെ തന്നെ you can clearly see this is also
a standard value. Integral 0 to t sin omega t cos omega t dt യുടെ വില എത്രയാ? 0. അപ്പം ഫസ്റ്റത്തെ ഈ സർക്കിൾ ചെയ്ത ഭാഗത്തിന് പകരം t/2 എന്ന് കൊടുക്കാം. സെക്കൻഡ് സർക്കിൾ ചെയ്ത ഭാഗത്തിന് പകരം 0 എന്ന് കൊടുക്കാം അല്ലെ? Therefore, what can we write? W is equal to V0 I0 cos phi into t/2 അല്ലെ? കാരണം എന്താ, ഈ സെക്കൻഡ് ടേം ഇതിൽ 0 അല്ലേ? ഈ ടേം 0 ആണ്. 0 into sin phi നടന്നാൽ 0 എത്ര വരെ? ഇപ്പൊ വർക്ക് കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളെ ടാസ്ക് വർക്ക് കണ്ടുപിടിക്കലാണോ? ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താ? വൺ കംപ്ലീറ്റ് സൈക്കിളിലുള്ള വർക്ക്. വൺ കംപ്ലീറ്റ് സൈക്കിളിലുള്ള വർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറയുന്നത് എന്താ? വർക്ക് ബൈ ടൈം അല്ലേ? അപ്പം ഈ ടൈമിലുള്ള അല്ലെ ഈ ഒരു സൈക്കിളിലുള്ള പവർ എന്ന് പറയുമ്പോൾ അതിനടുത്ത ടൈം ക്യാപിറ്റൽ ടി ആണ്. അപ്പൊ ഈ ഡബ്ല്യു ടീനെ അങ്ങോട്ട് എടുക്കുക വിചാരിച്ചോ. ഈ ഇക്വേഷൻ ഇഫ് യു ആർ ടേക്കിംഗ് ദ ടി ഓവർ ഹിയർ ഡബ്ല്യു ബൈ ടി എന്ത് കിട്ടും? V0 I0 cos phi by 2 എന്ന് എഴുതിയാൽ പോരെ. അതായത് ഈ തൊട്ട മേലത്തെ ഇക്വേഷൻ ടീനെ പ്രത്യേകം എടുത്താൽ ഡബ്ല്യു ബൈ ടി ആയില്ലേ അല്ലെ? ഐ ക്ലിയർ വിത്ത് ദിസ്? അപ്പം നമുക്ക് പവറിന് വി ആർ ഗെറ്റിംഗ് an equation like this. This is the equation for average power in one complete cycle of AC. V0 I0 by 2 cos phi. This is the equation for average power in one complete cycle of AC. കാണില്ലേ? Then let us roll back. നമ്മള് IRMS എന്ന് പറയുന്ന ഒരാളെ I0 by root 2 എന്ന് എഴുതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? IRMS നെ I0 by root 2 എന്ന് എഴുതാം. അതേപോലെ തന്നെ VRMS എന്ന് പറയുന്ന ആളെ നമുക്ക് വേണേ V0 by root 2 എന്ന് എഴുതാം കേട്ടോ. ഇതാണ് RMS വാല്യൂ ഓഫ് വോൾട്ടേജ്. അത് V0 by root 2 എന്നും എഴുതാം. അപ്പൊ ഇങ്ങനെ കറണ്ടിനെയും വോൾട്ടേജിനെയും ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, സിൻസ് വി നോ എന്ത് VRMS എന്ന് പറയുന്നത് എന്താ? V0 by root 2. അതേപോലെ IRMS എന്ന് പറയുന്നത് I0 by root 2 ആണ് അല്ലെ? ഇങ്ങനെ എഴുതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് റീറൈറ്റ് ദിസ് ഇക്വേഷൻ. ഇവിടെ ഒരു ബൈ 2 ആണല്ലേ? ഈ 2നെ root 2 into root 2 എന്ന് എഴുതുകയാണ് തെറ്റൊന്നുമല്ലല്ലോ. Let me write root 2 into root 2 cos phi. If I am writing like this, it's not mathematically wrong. Mathematically ഒരു തെറ്റും ഞാൻ ചെയ്തില്ല ഇല്ലല്ലോ. Who is this V0 by root 2? V0 by root 2 എന്ന് പറയുന്ന ആരാ? Who is this I0 by root 2? I0 by root 2 എന്ന് പറയുന്നത് IRMS ആണല്ലേ? Therefore, let me write it over here. Therefore, average power is equal to VRMS IRMS cos phi എന്ന് എഴുതാം. Can I write an equation like this? Average power is equal to VRMS IRMS cos phi. എഴുതിക്കൂടെ? VRMS എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് വോൾട്ടേജ്. IRMS എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറണ്ട്. കോസ് ഫൈയിലെ ഫൈ എന്ന് പറയുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അല്ലെ? The phase difference between voltage and current. Therefore, this is an important expression. It is power is equal to VRMS IRMS cos phi. Power നമുക്ക് എന്ത് ചെയ്താം? VRMS IRMS cos phi. Is that clear? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ. ഈ പ്ലസ് ഓർ മൈനസിനെ നമുക്ക് ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്നുള്ളത് ആക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ടേം 0 ആയി പോകുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് കിട്ടി. അപ്പം VRMS IRMS cos phi. ഇനി let me write that what is the average power in an LCR circuit? It is power is equal to
VRMS IRMS cos phi. അങ്ങനെയാണെങ്കിൽ ഈ ആവറേജ് പവറിന് കുറച്ച് സ്പെഷ്യൽ കേസുകൾ, അതായത് ഇഫ് ദ സർക്യൂട്ട്സ് ആർ ഓൺലി, ഒരു റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ആണ് ഇത് വിചാരിച്ചു. റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ കറണ്ട് വോൾട്ടേജ് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ ഓർമ്മയുണ്ടോ? ഇനി റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് കറണ്ട് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഫൈ എത്രയാ? 0. കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഫൈയുടെ വില എത്രയായിരിക്കും? 0 ആയിരിക്കും. ഫൈയുടെ വില 0 ആണെങ്കിൽ therefore പവർ എന്താവും? റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ ഫൈയുടെ വില 0 ആണ്. അങ്ങനെയാണ് പവറിന് നമുക്ക് എന്ത് ചെയ്യാം? cos phi എന്ന് പറയുന്നത് cos 0 1 ആണ്. We could write VRMS IRMS. We could write power is equal to VRMS IRMS. അല്ലേ? റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ പവറിന് VRMS IRMS എന്ന് എഴുതാം. ഇനി അടുത്തത് ഫോർ ഇൻഡക്ടർ ഓൺലി ഓർ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട്. ഇൻഡക്ടർ ഓൺലി അല്ലെ കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ട് കാണിച്ചോ? ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും? കറണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിലാണ് കറണ്ട് ലാഗ്സ് ബൈ പൈ ബൈ 2 ആണ്. റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിലാണെങ്കിൽ അല്ല കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിലാണ് കറണ്ട് ലീഡ്സ് ബൈ പൈ ബൈ 2 ആണ്. എന്തായാലും ലാഗ് ബൈ പൈ ബൈ 2 അല്ലെ ലീഡ് ബൈ പൈ ബൈ 2. അങ്ങനെയാണെങ്കിൽ ഫൈ ഷുഡ് ബി പൈ ബൈ 2. ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിലാണെങ്കിൽ കറണ്ട് ലാഗ് ബൈ പൈ ബൈ 2 ആണ്. അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എത്രയാ? പൈ ബൈ 2. കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിലാണ് കറണ്ട് ലീഡ് ബൈ പൈ ബൈ 2 ആണ്. അപ്പോഴും അവിടെ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എത്രയാ? പൈ ബൈ 2. അപ്പൊ രണ്ടിലും ഇൻഡക്ടർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിലും കപ്പാസിറ്റർ മാത്രമുള്ള സർക്യൂട്ട് ആണെങ്കിലും പൈ എത്രയാ? പൈ ബൈ 2 ആണ്. പൈ 2 ആണെങ്കിൽ പവറിനെ നമുക്ക് എന്ത് ചെയ്താൽ കോസ് പൈ ബൈ 2 എത്രയാ? കോസ് 90 0 ആണ്. അപ്പൊ പവർ എത്രയാ? ഇപ്പോ ഫോർ ആൻ ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടും കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിലും പവർ എത്രയാ? 0. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ കൂടാനും കുറയാനൊക്കെ കാരണമാവുന്നത് ഈ കോസ് ഫൈ എന്ന് പറയുന്ന ഒരാളാണ് അല്ലെ? പവർ കൂടാനൊക്കെ കാരണമാവുന്നത് കോസ് ഫൈ എന്ന് പറയുന്ന ആളാണ്. ഈ കോസ് ഫൈ എന്ന് പറയുന്ന ആളെ നമ്മൾ ഒരു പേരിൽ വിളിക്കും. അയാളെ വിളിക്കുന്ന പേര് പവർ ഫാക്ടർ. കോസ് ഫൈനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? പവർ ഫാക്ടർ. അപ്പം കോസ് ഫൈക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പവർ ഫാക്ടർ. വാട്ട് ഇസ് പവർ ഫാക്ടർ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ദ ഫാക്ടർ വിച്ച് ഡിറ്റർമിൻസ് ദ പവർ ഇൻ എൻ LCR സർക്യൂട്ട്. ഒരു LCR സർക്യൂട്ടിൽ പവർ എത്രയാന്നുള്ള തീരുമാനിക്കുന്ന ഒരാളാണ് നമ്മൾ എന്ത് കോസ് ഫൈ. അപ്പൊ പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്താ? പവർ ഫാക്ടർ ഇസ് ഈക്വൽ എന്താ? കോസ് ഫൈ. അപ്പൊ ഞാൻ വെറുതെ ചോദിക്കട്ടെ, റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ പവർ ഫാക്ടർ എത്രയാ? റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ കോസ് ഫൈ എന്ന് പറയുന്നത് ഫൈ എത്രയാന്നല്ല ചോദിച്ചത്. ഫൈ അല്ലല്ലോ പവർ ഫാക്ടർ, കോസ് ഫൈ ആണ് പവർ ഫാക്ടർ. റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ കോസ് ഫൈ 1. കാരണം ഫൈ 0 ആണ്, കോസ് ഫൈ എത്രയാ? 1. അപ്പോൾ വാട്ട് ഇസ് ദ പവർ ഫാക്ടർ ഓഫ് എ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട്? പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ അല്ലേ? റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിലെ പവർ ഫാക്ടർ 1. കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിലും ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിലും പവർ ഫാക്ടർ എത്രയാ? cos phi is equal to 0 ആണ്. അപ്പൊ പവർ ഫാക്ടർ 0 ആണ്. അപ്പൊ ഏത് സർക്യൂട്ടിലാണ് പവർ ഫാക്ടർ 0 ഉള്ളത്? കപ്പാസിറ്റർ ഓൺലി സർക്യൂട്ടിലും ഇൻഡക്ടർ ഓൺലി സർക്യൂട്ടിലും. ഏത് സർക്യൂട്ടിലാണ് പവർ ഫാക്ടർ 1 ഉള്ളത്? അത് റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിൽ. വാട്ട് ഇസ് പവർ ഫാക്ടർ? പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. കോസ് ഫൈ. ഇനി ഇഫ് യു ആർ മൂവിംഗ് ബാക്ക് ടു അവർ ഇംപീഡൻസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ നോർമൽ അല്ലേ? ഈ ട്രയാങ്കിൾ നമ്മൾ വിളിച്ച പേരെന്താ? ഇംപീഡൻസ് ട്രയാങ്കിൾ. ഈ ഇംപീഡൻസ് ട്രയാങ്കിളിന് ക്യാൻ യു സേ ദ വാല്യൂ ഓഫ് കോസ് ഫൈ? ഇംപീഡൻസ് ട്രയാങ്കിളിന് കോസ് ഫൈയുടെ വില. ഇംപീഡൻസ് ട്രയാങ്കിളിന് കോസ് ഫൈ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ ഈ കോസ് ഫൈ എന്ന് പറയുന്നത്? അപ്പം r by z അല്ലേ? r by z. Therefore we can say
there is one more expression for power factor cos phi എന്ന് പറയുന്നതിനെ r by z എന്ന് എഴുതാം അല്ലെ. Am I clear with this? Cos phi equal to power factor is equal to r by z. Clear അല്ലേ? Therefore, this is regarding power factor also. Power factor ന്റെ കാര്യവും നിനക്ക് മനസ്സിലായി.